മിൽക്കി മിസ്റ്റ് മാജിക് അവനിലേക്ക് സ്വാഗതം. നമ്മൾ പലതരം മെയിൻ ഡിഷും സൈഡ് ഡിഷും ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. പിന്നെ സ്വീറ്റ്സ് ഉണ്ടാക്കാറുണ്ട്, സ്നാക്സ് ഉണ്ടാക്കാറുണ്ട്. പക്ഷേ കുറേ നാളായിട്ട് എന്താ പറയുക, മുട്ടക്കറിയോ മുട്ട ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഞാനിങ്ങനെ ആലോചിക്കുകയായിരുന്നു. അപ്പോൾ മുട്ട കൊണ്ട് നമുക്ക് നല്ലൊരു വിഭവം തയ്യാറാക്കിയാലോ, അതൊരു സൈഡ് ഡിഷായിട്ട് തന്നെ ചെയ്യാം. അതായത് നമുക്ക് ചപ്പാത്തിക്കോ പൊറാട്ടയ്ക്കോ പിന്നെ എന്താ പറയുക, ഈവൻ റൈസ്, ഫ്രൈഡ് റൈസിനും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയൊരു കാര്യമായിരിക്കും. അപ്പം എല്ലാത്തിൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ ഇതൊരു വ്യത്യസ്തമായ മുട്ട കറി എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു കുറുമ സ്റ്റൈലിലാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു ഗ്രീൻ കുറുമയാണ്. മുട്ട പച്ചക്കുറുമ എന്ന് തന്നെ പറയാം. പച്ചക്കുറുമ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഗ്രേവിക്ക് ഏകദേശം ഒരു 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 പേസ്റ്റൽ ഷെയ്ഡെന്ന് പറയാം, ഒരു ഗ്രീനിൻ്റെ ഒരു ഷെയ്ഡായിട്ട് തന്നെ കിട്ടും. അപ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയൊന്നും ഉപയോഗിക്കാതെ ചെയ്യാണ്. അപ്പോൾ കുറച്ച് പുഴുങ്ങിയ മുട്ട റെഡിയാണെങ്കിൽ നമുക്ക് വൈകുന്നേരത്തെ ചപ്പാത്തിക്ക് ഒരു എക്സലൻറ്റ് കറിയായിരിക്കും. അപ്പോൾ നമ്മുടെ മുട്ട പച്ചക്കുറുമ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഇതിനുവേണ്ടി ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. മുട്ട 8 മുതൽ 10 എണ്ണം പുഴുങ്ങി മുഴുവനോടെ വരഞ്ഞെടുത്തത്. മസാല ഗ്രേവിക്ക് വേണ്ട ചേരുവകൾ: സവാള ഒരു വലുത് നീളത്തിലുള്ള കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, പച്ചമുളക് 6-7 എണ്ണം കഷ്ണങ്ങളാക്കിയത്, ഇഞ്ചി ഒരു ചെറിയ കഷ്ണം ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചത്, വെളുത്തുള്ളി 2 വലിയ അല്ലി കഷ്ണങ്ങളാക്കിയത്, ടൊമാറ്റോ 2 ഇടത്തരം കഷ്ണങ്ങളാക്കിയത്, പാലക്കിൻ്റെ ഇല കഷ്ണങ്ങളാക്കിയത് 2 കപ്പ്, മല്ലിയില അരിഞ്ഞത് 1/2 കപ്പ്, പൊരികടല അഥവാ പൊട്ടുകടല 2 ടേബിൾ സ്പൂൺ, മിൽക്കി മിസ്റ്റിൻ്റെ പ്യുവർ കൗ ഗീ 1 ടേബിൾ സ്പൂൺ, ബേ ലീഫ് 1 എണ്ണം, നല്ല ജീരകം 1/2 ടീസ്പൂൺ, കറുത്ത ഏലക്ക അഥവാ ബ്ലാക്ക് കാർഡമം 1 എണ്ണം, കറിവേപ്പില ആവശ്യത്തിന്, പിരിയൻ മുളകിൻ്റെ പൊടി 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ ആകാം, ഗരം മസാല പൊടിച്ചത് 1/2 ടീസ്പൂൺ, കസൂരി മേത്തി പൊടി 1/2 ടീസ്പൂൺ, മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീം 1/4 കപ്പ് മുതൽ 1/2 കപ്പ് വരെ ആകാം, ഉപ്പ് ആവശ്യത്തിന്. അപ്പോൾ അടുപ്പ് കത്തിച്ചു. ഇനി ഒരു ചുവട് കട്ടിയുള്ള പാത്രം, അതാദ്യം. ഇനി ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ചേർത്തിട്ട്, അപ്പോൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് 6 മുതൽ 10 മുട്ട വരെ ഇതേ ഗ്രേവിയിൽ തന്നെ വേണമെങ്കിൽ ചെയ്തെടുക്കാം. ആദ്യം ഒരല്പം എണ്ണ ഒഴിച്ചിട്ട്, അപ്പോൾ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഒരു റിഫൈൻഡ് ഓയിൽ കുറച്ച്, ഇതിപ്പോൾ ഒരു 1-2 ടീസ്പൂൺ എണ്ണ ചൂടാകട്ടെ. അതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് ആദ്യം ഒന്ന് പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതായത് സവാള, പച്ചമുളക്, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, ടൊമാറ്റോ, ഇങ്ങനത്തെ കാര്യങ്ങൾ. അതിൻ്റെ കൂടെ ഇതൊരു പച്ചക്കുറുമയല്ലേ. അപ്പോൾ പച്ചക്കുറുമയ്ക്ക് വേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മുടെ പാലക്കാണ്, പാലക് ചീര. ഇത് വെച്ചിട്ടാണ്, അത് സ്പിനാഷ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ മല്ലിയിലയും ചേർക്കും, അപ്പോൾ ഒരു ഗ്രീൻ കളർ വരും. അപ്പോൾ ആദ്യമായിട്ട് 2-3 കാര്യങ്ങൾ. ഒന്ന്, ഇഞ്ചിയുടെ ഒരു ചെറിയൊരു ചതുര കഷ്ണം കുറച്ചുകൂടെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്, കുഞ്ഞിതായിട്ട് അരിയാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ എന്ന് പറയാം. അതുപോലെ വെളുത്തുള്ളി ഒരുപാടൊന്നും വേണ്ട, വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 2 അല്ലി വലുത്, ചൈനീസ് വെളുത്തുള്ളി, അതിനെ ഇങ്ങനെ കുറച്ചുകൂടി ചെറിയ പീസാക്കി. അതുപോലെ പച്ചമുളക് എരിവിനനുസരിച്ച് നമ്മൾ കുറച്ച് മുളക് പൊടി ലാസ്റ്റ് ചേർക്കും, എങ്കിലും 6 മുതൽ 7 പച്ചമുളക് എരിവിനനുസരിച്ചിട്ട് ചേർക്കാം. ഒരു മീഡിയം എരിവാണെങ്കിൽ 7 എണ്ണം വരെ ആകാം. ഇതുപോലെ കഷ്ണങ്ങളായിട്ട് മുറിച്ചത്. അപ്പോൾ ആദ്യത്തെ കാര്യങ്ങൾ, ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വാടട്ടെ. അത് കഴിഞ്ഞാൽ ഒരു സവാള ഇങ്ങനെ കുറച്ച് വലിയ വലിയ പീസസ് ആയിട്ട്, സ്ലൈസസ് ആയിട്ട് മുറിക്കാം, 2ആയിട്ട് ഹാഫ് സ്ലൈസസ് ആക്കാം. ഒരുപാട് ഘനം കുറയണം എന്നൊന്നും നിർബന്ധമില്ല. ഇതിൻ്റെ കൂടെ അതും കൂടി ചേർക്കാം. സവാളയുടെ പീസസും അപ്പോൾ എല്ലാം ഒന്ന് വാടട്ടെ. ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ സവാളയും പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം ഒന്ന് കളർ മാറി മൂത്ത് തുടങ്ങുന്നു. സത്യം പറഞ്ഞാൽ ഒരു റോസ്റ്റഡ് മണമാണ് വരുന്നത്. ഇനി ടൊമാറ്റോ 2 ചെറിയ ടൊമാറ്റോ ആയിരുന്നു, ഒരു ഇടത്തരം, ഒരുപാട് വലുതല്ല, 2 എണ്ണം. അത് ചേർത്തു. അപ്പോൾ ടൊമാറ്റോ കൂടെ ചേർത്ത് അതും ഒന്ന് വാടണം. ഇനി ഇതിനകത്തേക്ക്, ഇതാണ് പൊരികടല, ഒരു 2 ടേബിൾ സ്പൂൺ നിറച്ച് ചേർക്കുക. 2-3 ആയാലും കുഴപ്പമൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. അപ്പോൾ ഈ ഒരു ടൊമാറ്റോയും കൂടി ഒന്ന് വാടണം, എല്ലാത്തിൻ്റെയും പച്ചച്ചുവയൊക്കെ മാറി ആ ഒരു സ്റ്റൈലിലേക്ക് മാറും. പൊരികടല എന്ന് ഞാൻ പറഞ്ഞു. ഇതിൻ്റെ പൊട്ടുകടല എന്ന് പറയുന്നവരുണ്ട്. ഇത് നമ്മൾ സാധാരണ ചമ്മന്തി ചട്നിക്കൊക്കെ ഉപയോഗിക്കുന്നതാണ്, തമിഴ്നാട്ടിലൊക്കെ പ്രത്യേകിച്ചും. പിന്നെ ഇത് നമ്മുടെ മിക്സ്ചറിനകത്ത് കിടക്കുന്ന ചെറിയ കടലയാണ്, കാണുമ്പോൾ അറിയാൻ പറ്റും, ഇങ്ങനെ നല്ല രസമാണ്. അതാണ് ഇപ്പോൾ ഇതിൽ ചേർത്തത്. ഇപ്പോൾ ടൊമാറ്റോയും ചെറുതായി വാടി തുടങ്ങിയിട്ടുണ്ട്, ഒന്ന് വാടിക്കുഴഞ്ഞ് വരണം, അതാണ് വേണ്ടത്.
ഇനി ഇതിലേക്ക് 2 കാര്യങ്ങളും കൂടി ചേർക്കും. നമ്മളിത് ഗ്രീൻ കുറുമയാണ്, പച്ചക്കുറുമ. അപ്പോൾ പച്ച കളർ കിട്ടാനുള്ള ഒരു പ്രധാന കാര്യം എന്താണ്? പാലക്ക്. പാലക്കും അതുപോലെ തന്നെ ധാരാളം മല്ലിയില, ഏകദേശം ഒരു 1/4 മുതൽ 1/2 കപ്പ് വരെ ആകാം മല്ലിയില. അതിൻ്റെ കളർ മാറുന്നവരെ വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. ആ ഒരു പച്ചച്ചുവ മാറണം, അത്രേ ഉള്ളൂ. ആ ഇലകളുടെ ഒരു ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി, കളർ മാറാത്ത രീതിയിൽ. സാധാരണ നമ്മൾ പാലക്കിൻ്റെ എന്ത് കാര്യം ചെയ്യുമ്പോഴും തിളച്ച വെള്ളത്തിലിട്ടൊന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്, പെട്ടെന്ന് കോരിയെടുക്കും. ഇപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല, ഡയറക്റ്റായിട്ട് ഇങ്ങനെ ഈ ചൂടിൽ കൊടുത്തിട്ട് ഒന്ന് വാട്ടുന്നു, അത്രേ ഉള്ളൂ. അതേ നോക്കിയാൽ വാടി തുടങ്ങി. അപ്പോൾ കളർ മാറാത്ത രീതിയിൽ വാട്ടിയെടുക്കുന്നു. കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. ഇനി തീ ഓഫ് ചെയ്യാം, എന്നിട്ട് ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ പൊട്ടുകടലയ്ക്ക് പകരം വേണമെങ്കിൽ തേങ്ങ ചേർക്കാം, ഒരല്പം തേങ്ങ വേണമെങ്കിൽ ചേർക്കാം, ഒരല്പം ഒരു 1/4 കപ്പ്, ഒരു 2-3 ടേബിൾ സ്പൂൺ തേങ്ങ ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അണ്ടിപ്പരിപ്പ് കുറച്ചുകൂടെ റിച്ച് ആക്കണമെന്നുണ്ടെങ്കിൽ കാഷ്യൂ പേസ്റ്റൊക്കെ ചേർക്കാം, കാഷ്യൂ നട്ട് കുതിർത്തത് ചേർക്കാം. പക്ഷേ ഇത് വേറൊരു രുചിയായിരിക്കും. ഇത് കഴിഞ്ഞു കേട്ടോ. ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നു. ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ഞാനിതൊരു പേസ്റ്റ് രൂപത്തിൽ പ്യൂറി ചെയ്ത് കൊണ്ടുവരാം, മിക്സിയിൽ അരച്ചിട്ട് ഞാൻ തിരിച്ചു കൊണ്ടുവരും. അപ്പോൾ അതുവരെ വെയിറ്റ് ചെയ്യാം. ഒരു ഷോർട്ട് മാജിക് ബ്രേക്ക്. പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്ത ഗ്രീൻ കറി പേസ്റ്റ് പോലെ ആയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ കുറുമയ്ക്ക് വേണ്ട കാര്യമാണ്. പാത്രം വീണ്ടും ചൂടാക്കാൻ വെച്ചു. ഇനി 2 കാര്യങ്ങളാണ്. ഒന്ന്, നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ കൗഗി 1 ടേബിൾ സ്പൂൺ എടുക്കാം. അതിൻ്റെ കൂടെ ഒരു 1-1.5 ടേബിൾ സ്പൂൺ എണ്ണ, റിഫൈൻഡ് ഓയിൽ, അതും കൂടി ചേർക്കാം. അപ്പോൾ നെയ്യുടെ മണവും എല്ലാം കൂടി ചേർന്ന് നല്ല ഒരു ഫ്ലേവർ നമുക്ക് കിട്ടും. അപ്പോൾ എണ്ണ നെയ്യ് കോമ്പിനേഷൻ ചൂടായി കഴിഞ്ഞു. ഇനി ആദ്യം അതിലേക്ക് ബേ ലീഫ്, നമ്മുടെ ഒരു ബേ ലീഫ്, പയണയില എന്ന് പറഞ്ഞാൽ ബേ ലീഫ് അല്ല, ആക്ച്വലി ബേ ലീഫ് എന്ന് പറയുന്ന പട്ടയിലയാണ്, അതിടുക. അതിൻ്റെ കൂടെ ഇത് ഉണ്ടെങ്കിൽ അത് ബ്ലാക്ക് കാർഡമം, കറുത്ത ഏലക്ക, ഇത് പ്രത്യേക ഫ്ലേവറാണ്, നല്ലൊരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവർ കിട്ടും, അതൊരെണ്ണം. ഇനി അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകം, അതുപോലെ ഒരു 1/4 ടീസ്പൂൺ സാജീരകം. ഓക്കെ, 2 കാര്യങ്ങൾ ചേർക്കും. ബിരിയാണിയിലൊക്കെയാണ് നമ്മൾ സാജീരകം ചേർക്കുന്നത്, ഇതിലും ചേർക്കുന്നത്. എല്ലാം പൊട്ടി തുടങ്ങി. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. അപ്പോൾ എല്ലാം കൂടി ഒരു സമ്മിശ്രമായ ഒരു ഫ്ലേവർ, നല്ല മണം. അപ്പോൾ 2 തരം ജീരകവും പാകത്തിന് മൂത്തു. നല്ല ഫ്ലേവർ, നല്ല മണം. ഇനി ഇതിലേക്ക് ഒരു സവാള ചെറുതായിരുന്നത്. അപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ പോലെ ആകുന്ന ഏകദേശം നന്നായിട്ട് നോക്കട്ടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കും. ഇത്രേ ഉള്ളൂ, സിമ്പിളാണ്, പെട്ടെന്നാകും. നമ്മുടെ ഗ്രേവിക്ക് വേണ്ട കാര്യങ്ങളെല്ലാം കൂടി ചേർത്തിട്ട് ഗ്രീൻ മസാല ഗ്രേവി റെഡിയാക്കി കഴിഞ്ഞു. പിന്നെ ഉള്ള പ്രോസസ്സാണിത്. എന്താ വേണോ, അതായത് നമ്മുടെ ഉള്ളിയുടെയൊക്കെ കളർ മറന്നുണ്ടോ. ഇനി ഇതിലേക്ക് ഞാൻ തീ നന്നായിട്ട് കുറച്ചു. ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർക്കാം. ഒരു 1/2 മുതൽ 1 ടീസ്പൂൺ വരെ നമുക്ക് ആവശ്യാനുസരിച്ച്, വലുതായിട്ട് കളർ മാറാത്ത രീതിയിൽ ചെയ്യാം. 1 ടീസ്പൂൺ വരെ ആകാം. പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ, 6-7 എണ്ണം, അത് നോക്കിയിട്ട് ചേർത്താൽ മതി. അതോടൊപ്പം കുറച്ച് ഗരം മസാല പൗഡർ, അത് ഒരു 1/2 ടീസ്പൂൺ. ഇത് 2 കാര്യങ്ങൾ. മഞ്ഞൾപ്പൊടി ഇതിൽ ഞാനിപ്പോൾ ചേർക്കുന്നില്ല, കാര്യം നമുക്കൊരു ഗ്രീൻ കളറാണ് നമ്മുടെ ഗ്രേവിക്ക് വേണ്ടത്. ഏകദേശം ആ മുളക് പൊടിയുടെയൊക്കെ പച്ചച്ചുവയൊക്കെ മാറി മൂത്ത മണം വരും. മസാലയുടെയും എല്ലാം കൂടി ഒരു സമ്മിശ്രമായ മണം. ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പച്ച ഗ്രേവി, പച്ച മസാല, പച്ചക്കുറുമയാണ്, അപ്പോൾ പച്ച മസാല ചേർക്കാം. നല്ല തിക്ക് പേസ്റ്റായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ടാട്ടോ അരച്ചത്, പക്ഷേ നമ്മൾ പൊട്ടുകടലയൊക്കെ ചേർക്കുന്നതുകൊണ്ട് കുറച്ച് തിക്നെസ് നന്നായിട്ട് വരും. ഇനി ഇതിലേക്ക് ആവശ്യാനുസരണം വെള്ളം, ഗ്രേവിയുടെ കൊഴുപ്പ് എത്ര വേണം അതനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ചേർക്കാം. ഇപ്പോൾ ഏകദേശം 1 കപ്പ് വെള്ളം ചേർത്തു. വേണമെന്നുണ്ടെങ്കിൽ ഇനിയും ചേർക്കാം. ഇനി വീണ്ടും അടുപ്പിൽ തീ കൂട്ടി കൊടുക്കാം. അപ്പോൾ ആ ബ്ലാക്ക് കാർഡമം ഒക്കെ ഇതിനകത്ത് കിടന്ന കറുത്ത ഏലക്കയുടെ ഒക്കെ ഫ്ലേവർ ഇറങ്ങും കേട്ടോ തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ. ഇത് നോക്കിയപ്പോൾ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. നമുക്ക് കുറച്ച് വെള്ളം കൂടി ഇതിനകത്തേക്ക് ചേർക്കാം. ഒരു 1/2 കപ്പും കൂടി ഒഴിക്കാം. കാര്യം ഇത് തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും ഇത് കുറുകും, കാരണം പൊട്ടുകടല ചേർത്ത് അരച്ചതാണ് ഈ ഒരു ഗ്രേവി. ഇനി ഇതിൽ ഉപ്പെന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ ഇതുവരെ ചേർത്തില്ല, അപ്പോൾ ഉപ്പ് ചേർക്കാം. അത്യാവശ്യം നല്ല എരിവൊക്കെ ഉണ്ട്. ഒരു 6 മുതൽ 7 പച്ചമുളക് ചേർത്തു. ഒരു 1/2 ടീസ്പൂൺ മുതൽ 1 ടീസ്പൂൺ വരെ മുളക് പൊടി, ഞാൻ ഏകദേശം ഒരു 3/4 ടീസ്പൂൺ മുളക് പൊടിയും ചേർത്തിട്ടുണ്ട്.
എരിവൊക്കെ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ക്രമീകരിക്കുക. അപ്പോൾ ഉപ്പും കൂടി ചേർത്തു. അപ്പോൾ ചാറിൻ്റെ നോക്കിയാൽ നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ് കേട്ടോ. ഇതിനെക്കാട്ടിലും വേണമെങ്കിലും ലൂസൻ ചെയ്യാം. ആവശ്യാനുസരണം വെള്ളം ഒഴിച്ച് കൊടുത്തുകൊണ്ടേ ഇരുന്നാൽ മതി. നോക്കിക്കോളൂ. ഇനി ഞാൻ വരഞ്ഞ് വെച്ചിരിക്കുന്ന മുട്ട മുഴുവനെ ഇടുകയാണ്. ഗ്രേവി തിളച്ച് തുടങ്ങി. ഇതിപ്പോൾ 8 മുട്ടയുണ്ട്. അപ്പോൾ 10 മുട്ടയോ 12 മുട്ടയോ ഉണ്ടെങ്കിൽ ഈ ഗ്രേവി ധാരാളം മതിയാകും. ഒരു കുഴപ്പമില്ല. നോക്കിക്കോളൂ. നമ്മളിങ്ങനെ നമ്മുടെ പച്ചക്കുറുമ, മുട്ട പച്ചക്കുറുമ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ? കാണാനും മനോഹരിയാണ്, ടേസ്റ്റും അതുപോലെ തന്നെയാണ്. ഇനി ചെറിയ തീയിലേക്ക് മാറ്റിയിട്ട് 2 കാര്യങ്ങൾ. ഒന്ന്, കുറച്ച് കസൂരി മേത്തി പൗഡർ, അതായത് ഉലുവച്ചീരയുടെ ഇല വാങ്ങാൻ കിട്ടുന്ന കാര്യമാണ്. അത് ചെറുതായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് പൊടിച്ചെടുത്താണ്. ഒരു സ്പെഷ്യൽ ഫ്ലേവർ കിട്ടും, നല്ല നോർത്ത് ഇന്ത്യൻ മണം വരും. ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട് കസൂരി മേത്തി പൗഡർ. അതിൻ്റെ മണം ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം, ഇല്ലെങ്കിൽ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ആക്കാം. ഞാനിപ്പോൾ ഏകദേശം 1/2 ടീസ്പൂൺ ചേർത്തു. ഇനി നമുക്ക് കുറച്ചുകൂടെ റിച്ച് ആക്കാനായിട്ട് മിൽക്കി മിസ്റ്റിൻ്റെ ഫ്രഷ് ക്രീമും കൂടി ചേർക്കാം. ഒരല്പം ഫ്രഷ് ക്രീം അതും കൂടി ചേർത്ത് കഴിയുമ്പോൾ പെർഫെക്റ്റ്. പെട്ടെന്ന് കാണുമ്പോൾ പാലക് പനീർ പോലെയൊക്കെ തോന്നുമല്ലേ? അതല്ല, ഇത് നമ്മുടെ മുട്ട കൊണ്ടുള്ള ഗ്രീൻ കുറുമയാണ്, പച്ചക്കുറുമ. റെഡിയായി കഴിഞ്ഞു. വിളമ്പുന്ന പാത്രത്തിലേക്ക് പകർന്നു മാറ്റാം. അപ്പോൾ നമ്മളുടെ മുട്ട പച്ചക്കുറുമ പാത്രത്തിലേക്ക് മാറ്റാം. നല്ല കുറുകിയ ചാറോടുകൂടി ഇങ്ങനെ ഉണ്ടാവും. നല്ല റിച്ച് ഗ്രേവിയാണ്. ചപ്പാത്തിക്കും റൈസിനും, വൈറ്റ് റൈസിൻ്റെ കൂടെ ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ. നല്ല ബസ്മതി റൈസിൻ്റെ കൂടെ കഴിക്കാൻ. ഇപ്പോൾ ഗീ റൈസ് അങ്ങനത്തെ കാര്യത്തിനൊക്കെ നല്ലതായിരിക്കും. ഇഷ്ടംപോലെ ഗ്രേവി ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ 8 എന്നുള്ളത് 10-12 മുട്ടയാണെങ്കിലും ഇത് മതിയാകും ഗ്രേവി. അങ്ങനെ നമ്മുടെ മുട്ട പച്ചക്കുറുമ ഈസ് റെഡി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ക്രീമും കൂടി ഒഴിക്കാം അല്ലേ, ഒരു അലങ്കാരമായിട്ട്. നമ്മുടെ മിൽക്കി മിസ്റ്റിൻ്റെ തന്നെ ഫ്രഷ് ക്രീം ഉണ്ട് ഇവിടെ. അപ്പോൾ അതിൽ നിന്ന് എടുത്തൊഴിക്കാം. അവിടെ ആയിട്ടിങ്ങനെ ഡോട്ട് ചെയ്ത് കൊടുക്കാം. കാണാനും ഒരു ഭംഗി ഉണ്ടാവും. നമ്മൾ സെർവ് ചെയ്യുമ്പോൾ ഇത് വിളമ്പി എടുക്കുന്ന സമയത്ത് അതിങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് നന്നാവും. മതി. അങ്ങനെ ഫൈനൽ പ്രോഡക്റ്റ് ഇസ് റെഡി. നല്ല ക്രീമാട്ടോ, നല്ല തിക്കായിട്ടുള്ള ക്രീം. അപ്പോൾ ഉണ്ടാക്കാൻ എളുപ്പമാണെന്ന് മനസ്സിലായല്ലോ. കണ്ടു കഴിഞ്ഞാൽ വളരെ എക്സോട്ടിക് ആയിട്ടുള്ളൊരു ഡിഷായിട്ട് മാറും. നമുക്കൊരു അതിഥികളെയൊക്കെ വീട്ടിൽ വിളിക്കുമ്പോഴും നമുക്ക് ഒരു സൈഡ് ഡിഷായിട്ട് വിളമ്പാവുന്നൊരു കാര്യമാണ്. നമുക്ക് റെഗുലറായിട്ട് നമ്മുടെ മെനുവിലും കയറ്റാം. നമുക്കൊരു വിശേഷ അവസരങ്ങളിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. നല്ല കോമ്പിനേഷൻ ആയിരിക്കും. നല്ല വൈറ്റ് റൈസ്, ഗീ റൈസിൻ്റെ കൂടെ നല്ല വെറുതെ ബസ്മതി റൈസ് വേവിച്ചത്, പിന്നെന്താ പറയുക, ചപ്പാത്തി, നാൻ, റോട്ടി, പൊറോട്ടാസ്, അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെ നല്ലതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക. എല്ലാവർക്കും ഇഷ്ടം. ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ച മുട്ടക്കറി ഒരു സാധാരണ മുട്ടക്കറിയല്ല, ഇതൊരു മുട്ട പച്ചക്കുറുമയാണ്. ഗ്രീൻ കുറുമ, എഗ് ഗ്രീൻ കുറുമ. ഇത് തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാവും. ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. വീണ്ടും പുതിയ വിഭവങ്ങളുമായി മാജിക് അവനിലൂടെ കാണാം.